Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്. എനിക്കും ഉണ്ട് ഈ പ്രശ്നം. ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വീക്ക്ലി വൺസ് നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒരുവിധം മുഖത്തുനിന്ന് പോകും. എനിക്ക് മൂക്കിന്റെ ഭാഗത്ത് അതുപോലെ ഈ ചിന്റെ ഏരിയ ഇവിടെയൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പോയിട്ട് ഞാൻ ലാസ്റ്റ് വരെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ വീക്ക്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൂട്ടീനാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ നമുക്ക് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. മുഖത്തൊക്കെ നിറയെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. എപ്പോഴത്തെയും പോലെ ഞാൻ ഉപയോഗിക്കുന്നത് വാവുവിന്റെ ഫേസ് വാഷ് തന്നെയാണ്. ആപ്പിൾ സിഡർ വിനെഗറിന്റെ ആണ് സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്യാം ഫേസ്. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലോത്ത് വന്നിട്ട് ഞാൻ ചൂട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊന്ന് ആവി പിടിച്ചാൽ മതി കേട്ടോ. ആവി പിടിച്ചതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഡിപ്പ് ചെയ്തിട്ട് ആ ക്ലോത്ത് ജസ്റ്റ് ഫേസിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ഫേസിൽ കൊടുക്കണം. ഇതിന് നല്ലത് ആവി പിടിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാന്നുണ്ടെങ്കിൽ ആയിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കിട്ടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആവി പിടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഡിപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനൊരു സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രബ്ബർ കഴിഞ്ഞു. അപ്പം ഞാൻ തൽക്കാലം ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം ഫേസ്. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുത്തിട്ട് നമ്മള് മുഖത്തേക്ക് ആ ഒരു ചൂട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ചെയ്യണം. ചെറിയൊരു വെറ്റ് ഉണ്ടാവണം നമ്മുടെ ഫേസിൽ. അതിന് ശേഷമാണ് ഈ സ്ക്രബ്ബർ യൂസ് ചെയ്യേണ്ടത്. ഒരുപാടിട്ട് ഉരച്ചൊരച്ച് കഴുകാൻ പാടില്ല. നമ്മൾ തൽക്കാലം ഇങ്ങനെ തേച്ചതിന് ശേഷം ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഹാർഷായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസിലും പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സ്ക്രബിങ് ഇങ്ങനെ അമർത്തിയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പിമ്പിൾസിനകത്ത് നിന്നുള്ളത് ബാക്കി അങ്ങോട്ടൊക്കെ സ്പ്രെഡായിട്ട് പിന്നെയും പിമ്പിൾസ് ഒക്കെ വരും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് അമർത്തിയിട്ട് അങ്ങനെ സ്ക്രബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിപ്പം ചൂട് പിടിച്ചിട്ടുണ്ടല്ലോ ഫേസിൽ. അപ്പൊ ആ ഒരു ഇത് കൊണ്ട് നമ്മുടെ ഫേസ് കുറച്ച് വെറ്റൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് വേഗം ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ നടക്കും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഏതാ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രബ്ബർ എന്ന് വെച്ചാൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് എല്ലാ പ്രോഡക്ട്സും പിടിച്ചൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാകുമ്പോൾ അതൊക്കെ നോക്കി ടെസ്റ്റൊക്കെ ചെയ്ത് പാച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പിമ്പിൾസ് ഉള്ളിടത്ത് പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് സ്ക്രബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ സ്ക്രബൊക്കെ ചെയ്തിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ്. യഥാർത്ഥത്തിലുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ എവിടേക്കാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഇളകി വരും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കുത്തിയിട്ട് അത് വെച്ചിട്ട് ഈ ബാക്കിലത്തെ ഈ പോർഷൻ വെച്ചിട്ട് അത് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലെ സംഭവമൊക്കെ പോകും. നല്ല വേദന ആയതുകൊണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല. ഞാൻ ആകെ ഈ ഒരു ഭാഗം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള പോർഷൻ നമുക്ക് അതൊക്കെ എടുത്ത് കളയാം.
അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇത് വെച്ചിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഇതുപോലെ നമുക്ക് ചെറിയ പിമ്പിൾസ് വന്നിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഒരുപാട് ഡെയിലി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മളിപ്പോൾ പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്യാന്നുണ്ടെങ്കിലും അവർ ഈ സെയിം ടൂൾ വെച്ചിട്ട് തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. ആദ്യം ഫേസ് നന്നായിട്ട് ഒന്ന് ചൂട് കൊടുത്തിട്ട് ഒന്ന് ആവി പിടിച്ചതിന് ശേഷമാണ് അവരും ഇത് ചെയ്ത് തരുന്നത്. അപ്പം ഇത് അങ്ങനെ ഉപയോഗിക്കുക. ഭയങ്കരമായിട്ട് അങ്ങനെ പിടിച്ച് വലിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബ്ലഡൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ആ പോർഷനിൽ മാത്രം ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനുള്ളിൽ നിന്ന് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഈ ഒരു ടൂൾ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗുഡ് വൈബ്സിന്റെ ചാർക്കോൾ ഫേസ് മാസ്ക് ആണ്. അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി. അപ്പം ഞാനിനി ഉപയോഗിക്കാൻ പോകുന്നത് ചാർക്കോൾ മാസ്ക് ആണ്. അത് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഞാൻ ഈ ഗുഡ് വൈബ്സിന്റെ ഒരു ആക്റ്റീവ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് അത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഞാൻ അത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത് തൊട്ട് റിമൂവ് ചെയ്യുന്നത് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കാണുന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതേ ഫ്ലൈറ്റ് പോകുന്നു. അപ്പോൾ എല്ലാവരും ഫ്ലൈറ്റ് ഒക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയിട്ട് പീൽ ഓഫ് മാസ്ക് ഒക്കെ പീൽ ചെയ്ത് കളഞ്ഞു. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായത് കൊണ്ടാണ് ഇതിലേക്ക് പിന്നെ അത് എടുത്തിടാത്തത്. കാരണം പിന്നെ ലെങ്ത് ആവും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവം. പിന്നെ അത് കൂടാണ്ട് ലാസ്റ്റ് ഞാൻ ചെയ്തത് അതൊന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവമല്ല. ഇത് വന്നിട്ട് നമ്മളെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കാൻ നമ്മൾക്ക് എന്താ പറയുക നല്ലൊരു ഫേസ് മാസ്ക് ആണിത്. അപ്പോൾ ഞാൻ ഈ ഫേസ് മാസ്കും കൂടി ഇട്ടിട്ടാണ് ശരിക്കും എൻ്റെ ഈ ഒരു സ്റ്റെപ്പ് നിർത്താറുള്ളത്. അപ്പോൾ ഇതും ഗുഡ് വൈബ്സിൻ്റെ തന്നെയാണ്. എല്ലാവർക്കും അറിയാം ഞാൻ ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് കംഫർട്ടബിൾ. എനിക്ക് അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും ഇത് യൂസ് ചെയ്യുന്നത് കാരണം വന്നിട്ടില്ല. അല്ലാതെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ വഴി അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫേസ് ക്ലീൻ ചെയ്യാതൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ചെന്ന് കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പിമ്പിൾസ് അല്ലാണ്ട് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയും അങ്ങനെ ഒന്നും അലർജിയോ അങ്ങനെ പിമ്പിൾസ് ഉണ്ടാവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ചാർക്കോളിന്റെ ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ ഒരു ഫേസ് മാസ്ക് ആണ്. ഇതിന്റെ കളർ വന്നിട്ട് കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഈ വീഡിയോ ഈ ഒരു പ്രോഡക്റ്റിന്റെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കളർ ഇരിക്കുന്നത്. ടെക്സ്ചർ വന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇത് ഒരു മാസ്ക് കറക്റ്റ് ഒരു മാസ്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. നമ്മൾ ഇത്രയും ചെയ്ത് നമ്മുടെ ഫേസ് ഏകദേശം കുറച്ചൊക്കെ ക്ലീൻ ആയി ഇരിക്കുകയല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫേസ് മാസ്കും കൂടി ഇട്ടിട്ട് നമ്മുടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സംഭവങ്ങൾ അവസാനിപ്പിക്കാം. അപ്പം ഞാൻ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിനി കയ്യിലാക്കാൻ വയ്യാത്തത് കൊണ്ട് ഇതിൻ്റെ ഈ എന്താ പറയുക ഈ സംഭവത്തിനകത്ത് വെച്ചിട്ട് തേക്കുകയാണ്. കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ട് കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ട് കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ. അപ്പൊ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തു. മീൻസ് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഒരു 10 മിനിറ്റ് 5 to 10 minutes വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഡ്രൈ ആവും. ഒരുപാട് ഡ്രൈ ആവുന്നതൊരു വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം വേഗം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എൻ്റെ ഫേസ് വാവുമായിട്ട് വാവുമായില്ലേ, വാവ് ചേച്ചി കേൾക്കണ്ട. അപ്പോൾ ഇനി ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തില്ലേ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സംഭവം കൂടെ ചെയ്യാറുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഐസ് ക്യൂബ്സ് ചെറുതായിട്ട് ഫേസിൽ വെച്ച് കൊടുക്കാറുണ്ട്. ഒരു കോട്ടണിലോ എന്തിനെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് കയ്യിൽ പിടിച്ചാൽ നല്ല തണുപ്പായതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട്. അത് വേറെ ഒന്നും
കൊണ്ടല്ല, എനിക്ക് പിമ്പിൾസ് വരുന്നതൊക്കെ അങ്ങനെ ചെയ്യുന്നത് വഴി ഒരുപാട് മാറാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പിമ്പിൾസ് ഒക്കെ വലുതായിരിക്കാന്നുണ്ടെങ്കിൽ അതിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കുമ്പോൾ അത് താന്നു പോകാറുണ്ട്. അപ്പം ഞാൻ അത് ചെയ്യാറുണ്ട്. ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ഇതും ഗുഡ് വൈബ്സിന്റെ തന്നെയാണ്. അപ്പോൾ ഇത് ഓറഞ്ചിന്റെ ഒരു മീൻസ് ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അതിന്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണുള്ളത്. മറ്റേ ഹണിയൊക്കെ ഇരിക്കില്ല, അതുപോലെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ യൂസ് ചെയ്ത് കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ലാസ്റ്റ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ കൂടി ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ വീക്ക്ലി ഉള്ള എന്ന് പറഞ്ഞാൽ വീക്ക്ലി വൺസ് ഞാൻ ചെയ്യുന്ന ഒരു റൂട്ടീനാണ്. ഇത് ചെയ്തുകൊണ്ട് ഭയങ്കര സുന്ദരിയായെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മൾ നോക്കിയില്ലെങ്കിൽ വേറെ ആരും നോക്കാനുണ്ടാവില്ല. നമ്മളെ സ്കിന്നും കാര്യങ്ങളും നമ്മൾ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ വീക്ക്ലി വൺസ് നല്ലപോലെ സമയം കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പിമ്പിൾസ് ഒരുപാട് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വിധത്തിൽ നമുക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്ലി വൺസ് നമ്മൾ ചെയ്യുന്ന ഒരു റൂട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഞാൻ ഫ്ലൈറ്റ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഫ്ലൈറ്റ് എവിടെ വരുന്നു എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് കണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.